സദഖല്ലാഹുൽ അലിയിൽ അദീം. ആദരണീയനായ അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള ഗഫൂർ മൗലവി അവരുടെ, സക്കീർ സാഹിബ് കൊല്ലം, അദ്ദേഹവുമായും അതേ ബന്ധവും അടുപ്പമുള്ള ആളാണ്. അതുപോലെ തന്നെ ജംഷീർ സാഹിബ്, അദ്ദേഹവും ഞാനേറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്തും സഹോദരനുമാണ്. എല്ലാത്തിലുപരി ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും വളരെ പരിചിതരാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രോഗ്രാം നേരത്തെ നടന്നിരുന്നു, അതിൽ പങ്കെടുത്ത കുറേ സഹോദരങ്ങൾ വീണ്ടും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പടച്ച തമ്പുരാൻ നമ്മുടെ ഒത്തുചേരൽ ഒരു സുഹൃതമായി സ്വീകരിക്കുമാറാകട്ടെ. ആദർശത്തെ ഇറുകെ പിടിച്ചും ആരാധനകളെ മുറുകെ പിടിച്ചും നന്മകളെ ചേർത്ത് പിടിച്ചും തിന്മകളോട് അകലം പിടിച്ചും സാഹോദര്യത്തോട് കൈകോർത്തു പിടിച്ചും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ ഉയർത്തിപ്പിടിച്ചും മുന്നേറുവാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കടബാധ്യതകളിൽ വലയുന്നവർക്ക് അള്ളാഹു സുസ്ഥിതിയും, രോഗത്താൽ അലയുന്നവർക്ക് അള്ളാഹു സ്വസ്ഥതയും, മനോനൊമ്പരങ്ങളാൽ വിതുമ്പുന്നവർക്ക് അള്ളാഹു ഇമ്പമാർന്ന അനുഭവങ്ങളും എമ്പാടും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെയെല്ലാം പാപങ്ങൾ പൊറുക്കപ്പെട്ട, നരകത്തിൽ നിന്നകറ്റപ്പെട്ട, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നാളെ കണ്ടുമുട്ടുവാൻ അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജറയെക്കുറിച്ച് ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവതാരകരുടെ അവതരണ വ്യത്യാസം ഒഴിച്ചാൽ ഒരു വലിയ വിഷയമാണ് യഥാർത്ഥത്തിൽ ഹിജറ. അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രം, അതിൽ നിന്നുള്ള ഏതാനും പാഠങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്ന പോലെ കാലചക്രം അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സും അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് യാത്ര പുറപ്പെട്ട ആളുകൾ തിരിച്ചെത്തി, ഹജ്ജ് മാസം കഴിഞ്ഞു. അതിനുശേഷം മുഹറം മാസം വന്നു. ആ ഒരു സന്ദർഭത്തിലാണ് ആ മാസവും അതിൻ്റെ അവസാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഹറം മാസത്തിന് ഒരു സവിശേഷതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അഫ്ളലു സിയാമി ബഅദ റമദാൻ ഷഹറുല്ലാഹിൽ മുഹറം. റമദാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹിൻ്റെ മാസമായ മുഹറം എന്ന്, അള്ളാഹിൻ്റെ മാസം എന്നൊരു സവിശേഷത ആ മാസത്തിന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുഹറം എന്ന് പറയുന്നത് സാധാരണ ഒരു മാസം പോലെ ഒരു മാസം അല്ല. നമുക്കറിയാം, ഇസ്ലാമിക കലണ്ടറിലെ ഒരു പുതിയ വർഷത്തിലേക്കുള്ള പ്രവേശനമാണ് മുഹറം മാസം. ഹിജറ കലണ്ടർ, മുസ്ലിം ഉമ്മത്തിന് തനതായ ഒരു കലണ്ടറുണ്ട്. ആ കലണ്ടറിൻ്റെ പേരാണ് ഹിജറ കലണ്ടർ. പക്ഷെ നമുക്കറിയാം, അങ്ങനെ ഒരു കലണ്ടർ ഉള്ളതിനെക്കുറിച്ചോ അതുപ്രകാരം ഒരു പുതുവർഷം കടന്നു വരുന്നതിനെക്കുറിച്ചോ സാധാരണ ജോർജിയൻ കലണ്ടർ എന്ന് പറയുന്ന നമ്മുടെ സാധാരണ ജനുവരി ഫെബ്രുവരി ഒക്കെ എന്ന് എഴുതുന്ന അതുപ്രകാരം ഒരു പുതുവർഷം വരുമ്പോൾ ലോകം എമ്പാടും അറിയുന്നത് പോലെ, പക്ഷേ മുസ്ലിം ഉമ്മത്ത് പോലും ഈ കടന്നുവരവ് അറിയാത്ത വിധം ഈ ഉമ്മത്ത് ഒരുപാട് പതിതാവസ്ഥയിലായി എന്നതിൻ്റെ നിദർശനമാണ്. നമ്മൾ പോലും അറിയുന്നില്ല എന്നുള്ളത്. ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഏതാണ് ഈ വർഷം ഹിജറ കലണ്ടർ പ്രകാരം? എത്ര? യെസ്, അൽഹംദുലില്ലാ, 1447. പക്ഷെ അപ്പം എല്ലാവരും അറിഞ്ഞോളണമെന്നില്ല. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് എന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇത്
ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട പല മേഖലകൾ തന്നെയും നമ്മുടെ പണ്ഡിതന്മാർ പോലും സമൂഹത്തോട് പറയുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അതൊക്കെ ലോകം അറിയുന്നതിന് തടസ്സമായി ശത്രുക്കളോടൊപ്പം കൂട്ടുനിൽക്കുന്ന കാഴ്ചകളും നമുക്ക് കാണേണ്ടി വരാറുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ ജീവിത വ്യവസ്ഥ ഒരു സമ്പൂർണ്ണ വ്യവസ്ഥയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളുമായും ബന്ധപ്പെട്ട നിയമങ്ങൾ അതിലുണ്ടാകും. ഒരു രാജ്യം എങ്ങനെ ഭരിക്കണമെന്നും അവിടുത്തെ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെയാകണമെന്നടക്കമുള്ള എല്ലാ നിയമങ്ങളും അതിലുണ്ട്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മദീനയുടെ ഭരണാധികാരിയായി നമ്മുടെ മുമ്പിൽ മാതൃക കാണിച്ചിട്ടുണ്ട്. സച്ചരിതരായ 4 ഖലീഫമാർ ചരിത്രത്തിൽ തുല്യതയില്ലാതെ ഭരണം നടത്തിയ മാതൃകാ വ്യക്തിത്വങ്ങളാണ്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഈ ഖുലഫാഉർ റാഷിദീങ്ങളെ കുറിച്ചും അവരുടെ മഹത്വത്തെക്കുറിച്ചും പാതിരാവോളം വാല് നടത്തുന്ന ആളുകൾ തന്നെ അവരുടെ മഹൽ ഗുണങ്ങൾ പാടിപ്പറഞ്ഞും നീട്ടിപ്പറഞ്ഞുമൊക്കെ ആളുകളെ ഹരം കൊള്ളിക്കുന്നവർ തന്നെ പൊതുമണ്ഡലത്തിലെത്തുമ്പോൾ ഇസ്ലാമിൻ്റെ ഇത്തരം ജീവിത മാതൃകകളെക്കുറിച്ചോ മേഖലകളെക്കുറിച്ചോ കമായതൊരക്ഷരം മിണ്ടുകയില്ല എന്ന് മാത്രമല്ല, സമാധാനപരമായി ഇസ്ലാമിൻ്റെ ഈ ചിത്രം ലോകത്തിന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഘങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് ശത്രുക്കളോട് അണിചേരുന്ന ഒരു കാലത്ത്, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹിജറ കലണ്ടർ മറന്നുപോയതിൽ അത്ഭുതമില്ല. അങ്ങനെ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിയോഗിതനായത് എന്തിനാണ്? അള്ളാഹു തന്നെ പറയാണ്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. മറ്റ് വ്യവസ്ഥിതികൾക്കു കീഴിൽ അവരനുവദിച്ചു നൽകുന്ന പരിമിതമായ സ്വാതന്ത്ര്യത്തോടുകൂടി കഴിയുന്ന ഒരു ദുർബല സമൂഹത്തെ സൃഷ്ടിക്കാനല്ല അള്ളാഹു പറയണു, ഹുവല്ലദീ അർസല റസൂലഹു, അള്ളാഹു ഈ പ്രവാചകനെ സത്യവുമായി നിയോഗിച്ചത് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ വ്യവസ്ഥകളെയും അതിജയിക്കാനാണ്. മറ്റെല്ലാ വ്യവസ്ഥിതികൾക്കുമേലും അള്ളാഹുവിൻ്റെ ദീൻ ഉയർന്നു നിൽക്കാൻ, അത് സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ടാണ് ഖുർആൻ പറയുന്നത്. എന്ന് മാത്രമല്ല, 23 വർഷക്കാലം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്കറിയാം. അന്നത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന പേർഷ്യയും നമുക്ക് കാണാൻ കഴിയും. അവരെയൊക്കെ മുട്ടുകുത്തിച്ചുകൊണ്ട്, റോമിനെയും പേർഷ്യയും മുട്ടുകുത്തിച്ചുകൊണ്ട് കിഴക്കും പടിഞ്ഞാറും ഇസ്ലാമിൻ്റെ ശബ്ദമുയർത്തിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ കാലയവനികക്കുള്ളിൽ മറഞ്ഞത്, വഫാത്താകുന്നത്. അഥവാ ആ പ്രവാചകൻ ആരാധനകളും അനുഷ്ഠാനങ്ങളും മാത്രം പഠിപ്പിച്ച് കടന്നുപോയൊരു പ്രവാചകനല്ല. ആ 23 വർഷത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും ശാന്തമായിരുന്നു നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ആരാധനകളും അനുഷ്ഠാനങ്ങളും മാത്രം പഠിപ്പിച്ച് ആരാധനയുടെ ചില അതിരുകളിൽ വട്ടം കറങ്ങി കാലം തീർക്കാൻ ഒരു സമുദായത്തെ സൃഷ്ടിക്കാൻ വന്നതല്ല, മറിച്ച് ആദർശത്തിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കുന്ന, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, അതിൻ്റെ മുമ്പിൽ വരുന്ന എതിർപ്പുകളെ തട്ടി നീക്കി മുന്നോട്ട് പോകുന്ന ഒരു സംഘത്തെ സൃഷ്ടിച്ചെടുക്കുകയും അതിലൂടെ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലേക്ക് ഇസ്ലാമിൻ്റെ പ്രകാശം എത്തിക്കുകയും ചെയ്ത ഈ കൊച്ചു കേരളത്തിലും ആ പ്രവാചകൻ നിയോഗിച്ച സംഘങ്ങളാണ്. അല്ലെങ്കിൽ പ്രവാചകന്റെ പ്രബോധനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സംഘങ്ങൾ എത്തിയത് കൊണ്ടാണ് ഞാനും നിങ്ങളോടൊക്കെ വിശ്വാസികളായത്. അപ്പോൾ കേവലം നമസ്കാരവും ആരാധനകളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സ്വഭാവത്തിലായിരുന്നെങ്കിൽ ലോകത്ത് ഇസ്ലാം എവിടെയും എത്തുമായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ ആ പ്രവാചകന്റെ നിരന്തരമായ പ്രവർത്തനങ്ങളിലെ ഒരു ഏട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഹിജറ മാത്രം എടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു നിരന്തരമായ പ്രയാണത്തിൽ സംഭവിച്ച ഒരു വഴിത്തിരിവാണ്, ഒരു ഏടാണ്, ഒരു പേജാണ്
യഥാർത്ഥത്തിൽ ഹിജറ എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ചരിത്രമൊക്കെ നമ്മൾ മദ്രസയിലും അല്ലാതൊക്കെ പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രബോധനം അള്ളാഹു ഏൽപ്പിച്ച ശേഷം 40-ാം വയസ്സിൽ നുബൂവത്ത് കിട്ടിയ ശേഷം നീണ്ട 10 വർഷക്കാലം മക്കയിൽ പണിയെടുത്തിട്ടും പ്രവാചകന് കിട്ടിയത് അധികവും എതിരാളികൾ മാത്രമായിരുന്നു, അനുയായികൾ വളരെ കുറവായിരുന്നു. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സമയത്താണ് ഹിജ്റയുടെ 10-ാം വർഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 100,000 പ്രതീക്ഷകളുമായിട്ട് തായിഫിലേക്ക് പോകുന്നത്. അവിടെ തൻ്റെ ബന്ധുക്കളുണ്ട്, അവരെന്നെ സ്വീകരിക്കുമെന്നാണ്. ഒരു പ്രബോധകന്റെ പുതിയ മനുഷ്യരിലേക്ക്, പുതിയ ആളുകളിലേക്ക്, പുതിയ പിന്തുണക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രയാണം. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ ചെന്നപ്പോഴും സംഭവിക്കുന്നത് പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്, പ്രതീക്ഷിച്ചത് സംഭവിച്ചില്ല. നമുക്കറിയാം, ആ പ്രവാചകനെ കല്ലെറിയുകയും അധിക്ഷേപിച്ച് ആട്ടി ഓടിക്കുകയും ചെയ്യാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പൊതുവഴിയിലിട്ട് അധിക്ഷേപിച്ച് ആട്ടി ഓടിക്കുകയും കല്ലെറിയുകയും ചെയ്യാണ്. നമ്മൾ നബിയെക്കുറിച്ച്, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ചിലപ്പോ ചില്ലുമേടയിലിരുന്ന് വലിയ വെള്ളക്കുപ്പായം ധരിച്ച് തസ്ബീഹുമാലയും കയ്യിലേന്തി സംസാരിക്കുന്ന ഒരു പുരോഹിതന്റെ ചിത്രമാണെങ്കിൽ, ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രവാചകൻ കുപ്പിച്ചില്ല് നിറഞ്ഞ പാതയോരങ്ങളിൽ മനുഷ്യർക്ക് വേണ്ടി പണിയെടുത്ത പ്രവാചകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് നമ്മൾ അറിയണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരുമ്പോൾ അള്ളാഹിന്റെ തീരുമാനമാണ് പ്രവാചകൻ തിരിച്ചു പോരണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശനാകുന്നില്ല. പ്രവാചകൻ മക്കയിൽ പ്രവർത്തനം വീണ്ടും കേന്ദ്രീകരിക്കും. നമുക്കറിയാം, മക്കയുടെ ഒരു പ്രത്യേകത, എല്ലാ പ്രദേശത്തു നിന്നും ആളുകൾ ഹജ്ജിന് വരും. ഹജ്ജിന് വരുന്ന ആളുകൾ ദിവസങ്ങളോളം അവിടെ തമ്പടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാത്രിയിൽ ഇറങ്ങും, പകലാളുകൾ സമ്മതിക്കുകയില്ല. പാതിരാത്രിയിൽ റസൂലുള്ളാഹി ഇറങ്ങി ഇങ്ങനെ ഓരോരുത്തരെ കാണും. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ആ ഹിജറ 10-ാം വർഷത്തിന്റെ ഒടുവിൽ പ്രവാചകൻ പാതിരാത്രിയിൽ ഹജ്ജിന് പോകുന്നവർ കല്ലെറിയുന്ന ജംറയുടെ സമീപത്ത് വച്ചിട്ട് യസ്രിബ്, ഇന്നത്തെ മദീനയിൽ നിന്ന് വന്ന ഒരു സംഘത്തെ കണ്ടുമുട്ടുന്നു. പാതിരാത്രിയിൽ പ്രവാചകൻ അവരോട് ദീനിനെ കുറിച്ച് സംസാരിക്കുന്നു. അതിൽ 6 പേര് ഇസ്ലാം സ്വീകരിക്കുന്നു. ഒരു വഴിത്തിരിവാണ്. 6 പേര് ഇസ്ലാം സ്വീകരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടു കൂടി അവരെ യാത്രയാക്കി. പിന്നീട് ഒരു വർഷക്കാലം അല്ലാഹുവിന്റെ റസൂൽ കാത്തിരിക്കുകയാണ്. പിറ്റത്തെ വർഷം അതേ സംഘം വരുമ്പോ 6 പേര് പോയത് 12 അംഗ സംഘമായിട്ടാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് അവരോട് പാതിരാവിൽ, നമ്മളറിയണം പാതിരാവിലാണ് ഇതൊക്കെ നടക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘത്തെ കണ്ടു. 12 അംഗ സംഘത്തെ കണ്ട് സന്തോഷവാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നമുക്കിനി ഒരു കരാറ് വേണം. അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ബൈഅത്തുൽ അഖബത്തുൽ ഉല, 1-ാം അഖബ ഉടമ്പടി എന്നറിയപ്പെടുന്നത്. അങ്ങനെ റസൂലും അവരും തമ്മിൽ ഒരു കരാർ, ചില കാര്യങ്ങൾ അങ്ങോട്ടും ധാരണയിലെത്തുകയാണ്. അതിലൊന്നാമത് വന്നു അല്ലാനുഷ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബയഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈഅത്തിൽ അഖബത്തിൽ ഊല. 1-ാമത്തെ അഖബ ഉടമ്പടിയിൽ റസൂൽ ഞങ്ങളോട് കരാർ വാങ്ങി, അല്ലാ നുശ്രിക ബില്ലാഹി ഷൈആ, ഒരു കാര്യത്തിലും ഞങ്ങൾ അള്ളാഹുവിനെ പങ്കു ചേർക്കൂല. ഷിർക്കിൽ മുങ്ങിയ ഒരു ജനതയാണ്. 1-ാമത്തെ അവരിൽ നിന്ന് വാങ്ങുന്ന ഉപാധി, ഒരു കാരണവശാലും ഒരു ഷിർക്കിലേക്ക് ഞങ്ങൾ പോവില്ല. വലാ നുസിരിക്ക ഞങ്ങൾ മോഷ്ടിക്കുകയില്ല. വലാ നസ്നി ഞങ്ങൾ വ്യഭിചരിക്കുകയില്ല. വലാ നഖ്തുലു ഔലാദന ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കൊല്ലുകയില്ല. വലാ നഅതി ബിബുഹ്താനിൻ അല്ലദീ നശ്തരി ബൈന ഐദീന ഈ നാട്ടിൽ നടക്കുന്ന കുപ്രചാരണങ്ങളിൽ ഒന്നും ഞങ്ങൾ പങ്കുചേരുകയില്ല. വലാ നഅസീഹി മിനൽ മഅറൂഫ് ഒരു നന്മയും ഞങ്ങൾ നിരാകരിക്കുകയില്ല. ഇങ്ങനെ 6 നിബന്ധനകൾ അല്ലാഹുവിന്റെ റസൂൽ അവരിൽ നിന്ന് വാങ്ങുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തോട് പറഞ്ഞു, വ ഇൻ വഫീകും ഈ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ, ഈ 6 കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഫലക്കുമുൽ ജന്ന, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരും. നമ്മൾ അറിയണം, അങ്ങനെ ഈ 12 അംഗ സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കരാർ വാങ്ങിയ ശേഷം തിരിച്ചയക്കുകയാണ്.
തിരിച്ചയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ കൂടെ വിട്ടു, മിസ്അബ് റളിയല്ലാഹു അൻഹു. ആ സഹാബിയുടെ ചരിത്രം തന്നെ ഒരു വലിയ സംഭവമാണ്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് മക്കയിലെ ഏറ്റവും സമ്പന്ന കുടുംബത്തിൽ എല്ലാ ആർഭാടങ്ങളോടും കൂടി ജീവിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹു, പക്ഷേ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ആ നഷ്ടങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച ധീരനായ സഹാബിയാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തും മുമ്പേ മദീനയിലെത്തി പ്രവാചകന് വേണ്ടി മണ്ണൊരുക്കാൻ വേണ്ടി കഠിനാധ്വാനം നടത്തിയ ധീരനായ സഹാബിയാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. അവസാനം ഉഹദിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിയായി കിടക്കുമ്പോൾ ആ ശരീരം മുഴുവൻ മൂടാൻ ഒരു കഫം പുടവയില്ലാത്തത് കണ്ട് അല്ലാഹുവിന്റെ റസൂല് വിതുമ്പിപ്പോയ സഹാബി കൂടിയാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ മിസ്അബേ, നിന്നെ ഞാൻ മക്കയിൽ കണ്ടത് സൗകര്യങ്ങളുടെ നടുവിൽ ജീവിച്ച രാജകുമാരനെ പോലെ ജീവിച്ച നീ ഇപ്പോ നിന്റെ ശരീരം മുഴുവൻ മൂടാൻ നിനക്ക് സമ്മാനിക്കാൻ ഞങ്ങളുടെ ഒരു കഫം പുടവ പോലുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിതുമ്പുന്ന പ്രവാചകനെ കാണാൻ കഴിയും. അത്തരത്തിൽ ആ ശക്തനായ ഒരു സഹാബിയെ കൂടിയാണ് ഈ 12 അംഗ സംഘത്തോടൊപ്പം പറഞ്ഞയച്ചത്. ചരിത്രത്തിലുണ്ട് വിശദം. മിസ്അബ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രഗത്ഭനായ അവിടുത്തെ ഒരു നാട്ടുപ്രമാണി അദ്ദേഹം ഒരു വലിയ വാളുമായി വന്ന് മിസ്അബ് റളിയല്ലാഹുവിന്റെ അടുത്ത് വാള് കുത്തി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നീ ഇവിടെ നിന്ന് പോവാണെങ്കിൽ നിനക്ക് ജീവനോടെ പോകാം, ഇല്ലെങ്കിൽ അതിനും നിനക്ക് അവസരമുണ്ടാവുകയില്ല. മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷേ ഒരല്പനേരം ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോ? ഒരല്പസമയം എനിക്ക് തരുമോ? ഒന്ന് സംസാരം ഒന്ന് കേൾക്കുമോ? അദ്ദേഹം സമ്മതിച്ചു, പറയാൻ പറഞ്ഞു. എന്നിട്ട് ആ ചരിത്രം പറയുന്നത്, ആ സംസാരത്തിന്റെ ഒടുവിൽ ആ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം, ഈ ഷഹാദത്ത് ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുളിച്ചിട്ട് വരണം താങ്കൾ. പ്രിയമുള്ളവരെ, അങ്ങനെ ആ മനുഷ്യൻ വഴി ആ ഒരു സ്വന്തം ഗോത്രത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പിന്നത്തെ വർഷം ഈ പോയ 13 അംഗ 13 അംഗ അഥവാ മിസ്അബ് റളിയല്ലാഹു അൻഹുള്ള 13 അംഗ സംഘം അവരുടെ പ്രവർത്തനം വഴി ഒറ്റ വർഷം കൊണ്ട് 70 ആളുകളാണ് പിന്നത്തെ വർഷം ഹജ്ജിന് വരുന്നത്, ഇസ്ലാം സ്വീകരിച്ചവരായി ഹജ്ജിന് വരുന്നത്. നമ്മൾ അറിയണം എത്ര ശക്തമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടാകണം എന്ന് മാത്രമല്ല, അവർ വരുന്നതിന് മുമ്പ് ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത ഒന്ന്, ഹത്താ മത്താ നത്റുകു റസൂലുള്ളാഹ്, എത്ര കാലമാണ് നമ്മളിങ്ങനെ നബിയെ അവിടെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഒറ്റക്കാക്കുക. ഇങ്ങനെ ആർക്കും വേണ്ടാത്തവനായി പ്രവാചകൻ അലഞ്ഞു തിരിയുന്നത്, ഭയപ്പെടുത്തപ്പെടുന്നത് എത്ര കാലമാണ് നമുക്ക് അനുവദിക്കാൻ കഴിയുക? അതുകൊണ്ട് റസൂലിനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന തീരുമാനവുമായിട്ട് തന്നെയാണ് ആ സംഘം വരുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 70 അംഗ സംഘത്തെ പാതിരാവിൽ അതേ ജംറയിൽ വെച്ച്, അതേ അഖബയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഓർക്കണം, 5 നക്ഷത്ര ഹോട്ടലുകളിൽ ശീതീകരിച്ച മുറികളിൽ നിന്നുള്ള സംഭാഷണമല്ല, പാതിരാത്രിയിൽ ആരും കാണാതെ അള്ളാഹുവിന്റെ റസൂല് നടത്തുന്ന ചർച്ചയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഈ 70 അംഗ സംഘത്തോട് പറഞ്ഞു, എങ്കിൽ ഞാനും നിങ്ങളുമായിട്ടൊരു കരാർ കൂടി വേണം. കഴിഞ്ഞ വർഷം നിങ്ങളോട് ഞാൻ 6 നിബന്ധനകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ 6 നിബന്ധനകളോടൊപ്പം വേറൊരു 6 നിബന്ധനകൾ കൂടി റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് ഉന്മേഷമാണെങ്കിലും കൊള്ളാം, ആലസ്യമാണെങ്കിലും കൊള്ളാം, ഞാൻ പറഞ്ഞാൽ കേൾക്കുകയും അനുസരിക്കുകയും വേണം. നിങ്ങൾക്ക് സാമ്പത്തികമായി ഞെരുക്കമാണെങ്കിലും കൊള്ളാം, എളുപ്പമാണെങ്കിലും കൊള്ളാം, ഞാൻ വ്യയം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കണം, ഇതിനും നിങ്ങൾ സന്നദ്ധരാവണം. വീണ്ടും പറഞ്ഞു, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തുകൊണ്ട് കർമ്മരംഗത്തുണ്ടാകണം. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഖൂമു ഫില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം, എന്ത് വന്നാലും ഉറച്ചു നിൽക്കണം. വലാ തഖാഫൂന ലൗമത ലായിം,
ഒരു ആക്ഷേപകന്റെയും ആക്ഷേപങ്ങളെ നിങ്ങൾ വകവെക്കരുത്. ഇതും റസൂൽ അവരിൽ നിന്ന് കരാറ് വാങ്ങി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ തംനഊനി, നിങ്ങൾ എന്നെ സംരക്ഷിക്കണം. ഇതാ കദിംതും, ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എനിക്ക് സംരക്ഷണം തരണം. എങ്ങനെ? കമാ തംനഊന ഔലാദക്കും വഅസ്വാജക്കും, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യമാരെയും എങ്ങനെയാണോ സംരക്ഷിക്കുക അതുപോലത്തെ സംരക്ഷണം നിങ്ങൾ എനിക്ക് തരണം. ഇങ്ങനെ ഈ 6 നിബന്ധനകൾ കൂടി സന്തോഷത്തോടു കൂടി അവർ തീരുമാനിച്ചു. ഇതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സന്തോഷവാനായി. ആ രാത്രിയിൽ തന്നെ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു ചെറിയ വീടുണ്ട്, അവിടേക്ക് റസൂൽ ഓടിച്ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ അവിടെയുള്ള സഹാബികളോട് പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ജഅല ലക്കും ഇഖ്വാനൻ, അല്ലാഹു നിങ്ങൾക്ക് കുറെ സഹോദരങ്ങളെ തന്നിരിക്കുന്നു. വദാറൻ തഅമനൂന ബിഹാ, ശാന്തമായൊരു നാടും അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇന്നലെ വരെ ഇല്ലാത്ത ഒരു അനുഗ്രഹീതമായ, നിങ്ങളെ സഹായിക്കാൻ പോകുന്ന സഹോദരങ്ങളും നിങ്ങൾക്ക് സുരക്ഷിതമായൊരു സ്ഥലവും അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഹിജറ പോകുക. നമുക്കറിയാം, പിന്നീട് സഹാബികൾ ഒറ്റയായിട്ടാണ് ഹിജറ പോകുന്നത്. അങ്ങനെ ഹിജറ നടന്നുകൊണ്ടിരിക്കുക. അതിൽ വിശദാംശങ്ങളിലേക്ക് പോണില്ല. ഓരോരുത്തരുടെയും ഹിജറ തന്നെ ഒരു ചരിത്രമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജറ പോകുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്, ആളുകൾ തടഞ്ഞു. ഇബ്നു ദുഗന എന്ന് പറയുന്ന നാട്ടിലുള്ള ഒരു മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹുവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, കാര്യം ആദർശത്തോട് വെറുപ്പാണെങ്കിലും തങ്ങളെപ്പോലുള്ളവർ ഇവിടെ നിന്ന് പോവുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്യരുത്. അത്രത്തോളം വിരോധമുള്ളപ്പോഴും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങൾ നമ്മൾ അറിയണം. അതുപോലുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഓരോ ഹിജറയിലുമുണ്ട്. എന്തായിരുന്നാലും ഈ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല. ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഞങ്ങളുടെ വീട്ടിൽ വരിക ഒന്നുകിൽ രാവിലെയാണ്, അല്ലെങ്കിൽ വൈകുന്നേരമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീടാണല്ലോ, നബി ഇടക്കിടക്ക് വരും. പക്ഷെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹാജിറ, ഉച്ച സമയത്ത് റസൂൽ വന്നു. ഇത് കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇതാ നബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദിഹിൽ വഖ്ത്, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് വരികയില്ല, ഇല്ലാ ബി അംരിൻ ഹദസ്, എന്തോ പ്രത്യേക സംഭവമുണ്ട്, അല്ലാതെ റസൂല് വരില്ല. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് നബി വന്നു. ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യാണ്, അങ്ങനെ തഅഖറ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫീ സരീരിഹി, അബൂബക്കർ റളിയല്ലാഹു കട്ടിലിൽ ഇരിക്കുകയായിരുന്നു, അദ്ദേഹം അല്പം നീങ്ങിയിരുന്നു. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ വന്നിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് പ്രവാചകൻ അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കർ, നിന്റെ അടുത്തുള്ളവരോട് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറയാ. ആയിഷ റളിയല്ലാഹു പറയാണ്, ഈ സമയത്ത് എൻ്റെ പാപ്പയുടെ അടുത്ത് ഞാനും എൻ്റെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹുമാ ഇബ്നത്താൻ, അല്ലാഹുവിന്റെ റസൂലേ, അതെൻ്റെ 2 പെൺമക്കളാണ്, കുഴപ്പമില്ല, അവരോട് നിന്നോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അദിന ലി അൽ ഹിജ്റത വൽ ഖുറൂജ മക്ക, അല്ലാഹു ഇദാ എനിക്ക് അനുവാദം തന്നിരിക്കുന്നു, ഹിജ്റ പോകുവാൻ, മക്ക വിടുവാൻ അല്ലാഹു അനുവാദം തന്നിരിക്കുന്നു. നമ്മൾ ഓർക്കണം, ഈ സമയത്ത് ആയിഷ റളിയല്ലാഹു പറയാണ്, എൻ്റെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ റസൂലിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അസ്സുഹ്ബത്തൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോടൊപ്പം സഞ്ചരിക്കാൻ ആർക്കെങ്കിലും അനുവാദമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം യാ അബൂബക്കർ, അബൂബക്കറെ, ഇതാ നിനക്ക് കൂടി എന്നോടൊപ്പം സഞ്ചരിക്കാൻ അല്ലാഹു അനുവാദം തന്നിട്ടുണ്ട്. വളരെ ഇത് കേട്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വല്ലാഹി മാ ശഹിദ്തു മിൻ ഖബ്ലി ദാലിക്കൽ യൗം, അന്നത്തെ ദിവസത്തിന് മുമ്പ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, അന്ന റജുലൻ കബക്കാ മിനൽ ഫറഹ്, ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുമെന്ന് അന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ആലോചിക്കണം, എവിടെ നിന്നുകൊണ്ടാണ് ഈ ചിരി? നമ്മൾ ഓർക്കേണ്ടത് ഈ സന്തോഷം
100 ഒട്ടകത്തിന് വേണ്ടി തലങ്ങും വിലങ്ങും പ്രവാചകന്റെ തലയെടുക്കാൻ പാഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രവാചകനോടൊപ്പം അകമ്പടി സേവിക്കാൻ അവസരം കിട്ടിയതിന് സന്തോഷിക്കുന്ന ഒരു മനുഷ്യന്റെ ഈമാൻ നമുക്ക് എങ്ങനെയാണ് അളക്കാൻ കഴിയുക? സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ടല്ലാതെ, അത് വച്ചു നീട്ടിക്കൊണ്ടല്ലാതെ എടുക്കാൻ കഴിയാത്തൊരു തീരുമാനത്തിന്റെ സമയത്തും ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ആ ഈമാൻ, അതൊക്കെയും ഹിജ്റയിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കം നീട്ടിക്കൊണ്ടു പോണില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വളരെ ആസൂത്രണത്തോടു കൂടിയാണ് ഹിജ്റ. 2 കുതിരകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഇവർക്ക് വഴി കാണിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് നേരായ വഴിക്ക് മദീനയിലേക്ക് പോയാൽ ശത്രുക്കളെ പിടിക്കും, അതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോണത്. അതിനുവേണ്ടി വഴി കാണിക്കാൻ വേണ്ടി ഒരു അമുസ്ലിമായിട്ടുള്ള അബ്ദുല്ലാഹി ബിൻ ഉറൈഖിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വഴികാട്ടിയായിട്ട് റസൂൽ ഏർപ്പെടുത്തുകയാണ്. അമുസ്ലിമാണ്, വഴികാട്ടിയായിട്ട് പ്രവാചകൻ ഏർപ്പെടുത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കറിയാം ഈ 3 ദിവസം സൗർ ഗുഹയിൽ കഴിഞ്ഞുകൂടേണ്ടതുണ്ട്. അതുകൊണ്ട് റസൂൽ അവിടേക്ക് വിവരങ്ങൾ എത്തിക്കാൻ, ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹി ബിൻ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകനെ തന്നെ ചുമതലപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ നടന്ന് സൗർ ഗുഹയിലേക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ മണലാരണ്യത്തിൽ തെളിഞ്ഞു കണ്ടാൽ ശത്രുക്കൾ പിന്തുടർന്നു വരും. അതുകൊണ്ട് അത് മായ്ച്ചു കളയാൻ വേണ്ടി ആമറുൽ ഫുഖൈറ എന്ന് പറയുന്ന ആട്ടിടയനെ അല്ലാഹുവിന്റെ റസൂൽ അതിലൂടെ നടത്താൻ വേണ്ടി ഏർപ്പാട് ചെയ്യുന്നു. അവിടെ താമസിക്കുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാകണം. ആ ഭക്ഷണം എത്തിക്കുവാൻ വേണ്ടി ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരി അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയെ ചുമതലപ്പെടുത്തുന്നു. എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ. മാത്രമല്ല, പ്രവാചകൻ അവിടെ നിന്ന് പോകുന്നതിന്റെ തലേ ദിവസം പ്രവാചകന്റെ വിരിപ്പിൽ പകരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയ ശേഷം അള്ളാഹുവിന്റെ പ്രത്യേക സഹായത്താൽ പ്രവാചകൻ പോകുന്നതാണ് നമുക്ക് കാണുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് നൽകുന്ന ചില പാഠങ്ങളിലേക്ക് നമ്മൾ ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സംഗതി, മുസ്ലിം ഉമ്മത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതും സ്വപ്നങ്ങൾ ഉണ്ടാകണം എന്നുള്ളതുമാണ്. അപ്പോൾ മാത്രമാണ് ഹിജറകൾക്ക് അർത്ഥമുള്ളൂ, ഹിജറകൾ ഉണ്ടാവുകയുള്ളൂ. ഒരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ മാത്രം. നമ്മുടെ ലക്ഷ്യം വളരെ കൃത്യമായി ഖുർആനാണ് പറഞ്ഞത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുവാണ് നമുക്ക് ആ എല്ലാ വ്യവസ്ഥകളെയും അതിജയിക്കുമാറ് ഈ തെളിച്ചമുള്ള വെളിച്ചമുള്ള ഒരു ദീൻ ലോകത്ത് മുമ്പിലെത്തിക്കാനുള്ള പരിശ്രമം നടത്തണമെന്നുള്ളത്. അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇഖാമത്തുദ്ദീൻ എന്നൊക്കെ പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ലക്ഷ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഏറ്റവും ഭയപ്പെട്ട സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ജനങ്ങൾ മൊത്തം ഭയപ്പെട്ട സന്ദർഭങ്ങളിലാണ് അല്ലാഹുവിന്റെ റസൂൽ സൻആ മുതൽ ഹദറമൗത്ത് വരെ നിർഭയമായ ഒരു കാലം പിറക്കുമെന്ന് അനുയായികളോട് പങ്കുവെക്കുന്നത് എപ്പോഴാണ്? ഭയം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഭയം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഭയരഹിതമായ ഒരു ലോകം പിറക്കുമെന്ന് സ്വപ്നം കാണുന്ന പ്രവാചകൻ എനിക്കും നിങ്ങൾക്കും മാതൃകയാകണം, പ്രതീക്ഷയാകണം. ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു കാലം വരും. നമ്മുടെ നാട്ടിലും ഫാസിസം എല്ലാ അർത്ഥത്തിലും പിടിമുറുക്കുകയും വഴിമുറുക്കുകയും ചെയ്യുന്ന, വഴിമുടക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലും ഞാനും നിങ്ങളും സ്വപ്നം കാണേണ്ടത് ഇസ്ലാം സ്വീകരിക്കുന്നത് ട്രെൻഡായി മാറുന്ന, ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഒഴുകി വരുന്ന ഒരു കാലമുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ ഈ പ്രവാചകന്റെ നിലപാടുകൾ നമുക്ക് പാഠമാകണം. എന്ന് മാത്രമല്ല, നമുക്കറിയാലോ, ഹിജറ നടക്കുന്നതിനിടയിൽ തന്നെ സുറാക്ക എന്ന് പറയുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട 100 ഒട്ടകങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവാചകന്റെ തലയെടുക്കാൻ വേണ്ടി പാഞ്ഞു വരുന്ന സുറാക്കയുടെ കുതിരക്കുളമ്പടികൾ ഭൂമിയിലേക്ക്, മണലാരണ്യത്തിലേക്ക് ആണ്ടാണ്ട് പോയപ്പോ നിസ്സഹായനായി നിന്ന സുറാക്കയോടും പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, കൈഫ ബിക സുറാക്ക ബിസിവാരി കിസ്റ. കിസ്റയുടെ 2 കൈവളകൾ, പേർഷ്യൻ രാജാവായ കിസ്റയുടെ 2 കൈവളകൾ നിന്റെ കൈകളിൽ അണിയിച്ചാൽ എങ്ങനെയുണ്ടാകും? അത്ഭുതത്തോടുകൂടി
പ്രവാചകന്റെ മുഖത്തോക്ക് നോക്കി സുറാഖ ചോദിക്കുന്നുണ്ട്, ഈ പേർഷ്യയുടെ കിസ്റയെ കുറിച്ച് തന്നെയാണോ താങ്കൾ പറയണത്? കാരണം ഏത് നിമിഷവും വധിക്കപ്പെടാൻ മാത്രം സാഹചര്യമുള്ള ഒരു സാഹചര്യത്തിൽ നിസ്സഹായരായി നാട്ടിൽ നിന്ന് പരക്കം പായുന്ന ഒരു ജനത എന്നവർ ചിന്തിക്കുന്ന സന്ദർഭത്തിലും നമ്മൾ അറിയണം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അതെ എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിൽ പേർഷ്യയെ മുട്ടുകുത്തിച്ച സന്ദർഭത്തിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന ഗനീമത്ത് സ്വത്തിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിൽ ഒരു വടി കൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് അദ്ദേഹം നോക്കിയോ മാറ്റിക്കൊണ്ടിരുന്നു. അവസാനം ഈ കിസ്റയുടെ കൈവള കണ്ടപ്പോ അദ്ദേഹം അതെടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് അദ്ദേഹം സുറാഖയെ വിളിച്ചു. എന്നിട്ട് സുറാഖയോട് ചോദിച്ചു, ഈ സുറാഖയോട് പറഞ്ഞു, ഇതാ അല്ലാഹുവിന്റെ റസൂൽ താങ്കൾക്ക് വാഗ്ദാനം ചെയ്ത ആ കൈവളകൾ അണിയിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ ഒട്ടകപ്പുറത്തിരുത്തി മദീനയിലൂടെ മുഴുവൻ പ്രദക്ഷിണം ചെയ്യിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനം പുലർന്നത് ലോകത്തോട് വിളംബരം ചെയ്യുന്നതും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അതേ പ്രവാചകനാണ് എന്റെയും നിങ്ങളുടെയും മാതൃക എന്നതുകൊണ്ട് അതേ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ ഈ കാലഘട്ടത്തിലും നമുക്ക് കഴിയണം എന്നതാണ് സുപ്രധാനമായ ഒന്നാമത്തെ പാഠം. കാരണം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങളുടെ ഉത്തമമായ മാതൃക പ്രവാചകനാണ്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറ, നിങ്ങൾക്ക് പരലോകം ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹുവിന് ആഗ്രഹമുണ്ടെങ്കിൽ, അതൊക്കെ ആഗ്രഹിച്ചിട്ടാണല്ലോ ഞാൻ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളതും ഇത് കേൾക്കുന്നതും. നമ്മളോടാ പറയണത് ആ പ്രവാചകനാണ് നിങ്ങളുടെ മാതൃക. പ്രിയമുള്ളവരെ, ഇന്ന് മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല എന്നത് തന്നെയാണ്. കെട്ടി നിൽക്കുന്ന വെള്ളം ചീത്തയാകുന്നത് പോലെ, എല്ലാ ക്രമകീടങ്ങളും പെറ്റുവരിഞ്ഞ് മലിനമാകുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ അന്തരംഗം വളരെ ദുർഗന്ധം മാത്രമാണ് ലോകത്തേക്ക് പ്രവഹിപ്പിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തമ്മിൽ തല്ലിന്റെയും അർത്ഥശൂന്യമായ സംസാരങ്ങളുടെയും ലക്ഷ്യശൂന്യമായ ജൽപ്പനങ്ങൾ കൊണ്ട് ശരിയായ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നവർക്ക് പോലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയണം, ലോകത്തോട് ഈ രാജ്യത്തെ 80% വരുന്ന ഒരു വലിയ ജനസമൂഹത്തോട്, ഷിർക്കിൽ മുങ്ങി ജീവിക്കുന്ന, ഷിർക്കിൽ ജനിച്ച് ഷിർക്കിൽ തന്നെ ജീവിക്കുന്ന ജനതയോട് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് പോട്ടെ, തങ്ങളെ തന്നെ കൊല്ലാൻ നിൽക്കുന്ന ശത്രുക്കളെ കുറിച്ച് പോലും ഒരു ചിന്തയുമില്ലാതെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. മുസ്ലിം ഉമ്മത്ത് ഇപ്പോഴും തല അല്പം തടവണോ മുഴുവൻ തടവണോ എന്ന കാര്യത്തിൽ ശണ്ട തീർന്നിട്ടില്ല. മുസ്ലിങ്ങൾക്ക് തല തന്നെ വേണ്ട എന്ന കാര്യത്തിൽ ശത്രുക്കൾ ഐക്യത്തിലാണ്. മുസ്ലിം സ്ത്രീക്ക് ഇപ്പോഴും പള്ളിയിൽ കയറാൻ പറ്റോ ഇല്ലേ എന്ന കാര്യത്തിൽ നമുക്കിടയിൽ തർക്കമാണ്. പക്ഷെ ഒറ്റ പള്ളിയും മുസ്ലിങ്ങൾക്ക് വേണ്ട. ഉത്തരേന്ത്യയിലെ നൂറുകണക്കിന് പള്ളികളാണ് ബുൾഡോസറുകൾ കൊണ്ട് അടിച്ചു നിരത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ തർക്കങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തണോ വേണ്ടേ എന്ന കാര്യത്തിൽ നമുക്കിടയിൽ ഇപ്പോൾ ഐക്യമില്ല. ഒറ്റ പ്രബോധകനെയും രാജ്യത്ത് വെച്ചു പൊറുപ്പിക്കില്ല എന്ന കാര്യത്തിൽ ശത്രുക്കളെന്നോ ഐക്യത്തിലാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കണോ, പടച്ചവനോട് പ്രാർത്ഥിക്കണോ, അങ്ങനെ പ്രാർത്ഥിക്കണോ, ഇങ്ങനെ പ്രാർത്ഥിക്കണോ എന്ന് നമ്മൾ തർക്കിച്ചു കൊണ്ടിരിക്കെ തന്നെ ആരാധനാലയങ്ങൾ ഒന്നൊന്നായി തുടച്ചു നീക്കുന്ന ഒരു സന്ദർഭമാണ് മറുവശത്ത് നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല, സങ്കടത്തോടു കൂടി നമ്മൾ പറയാണ്, ഇപ്പോൾ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പ്രബല വിഭാഗങ്ങൾ എന്നറിയപ്പെടുന്ന സമസ്ത, ഈ കെ സമസ്ത, അവർക്കിടയിൽ ചില ഷണ്ടകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്നവർക്ക് കാണാം. അതിൽ എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാഴ്ച, ആ സംഘടന രൂപീകരിക്കപ്പെട്ടത് തന്നെ അവരുടെ തന്നെ ആളുകൾ പറയണെന്താണ്, ഈ രാജ്യത്തെ 80% വരുന്ന ഒരു ജനതയെ കുറിച്ച് അവർക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ സംസ്കരണമോ അവരുടെ ദഅവത്തോ അവരുടെ സ്വർഗമോ ഒന്നും ഞങ്ങളുടെ ലക്ഷ്യമല്ല.
മറിച്ച് ഈ രാജ്യത്ത് ആ അർത്ഥത്തിൽ പൊതുസമൂഹത്തിന് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ ശ്രമിക്കുന്ന, സമാധാനപരമായി ദീനിനെ പ്രബോധനം ചെയ്യാൻ ശ്രമിക്കുന്ന സംഘങ്ങളെ അങ്ങനെ പണിയെടുക്കുന്നവരുടെ പണി കഴിക്കാനാണ് ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത് എന്ന് പരസ്യമായി പറയുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട് പറയുവാനുള്ളത്, യഥാർത്ഥത്തിൽ ഹിജ്റ നമുക്ക് പാഠമാകണം. നമുക്ക് സാധ്യമായൊക്കെ നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ ശക്തിപ്പെടുത്താനും അതിനുവേണ്ടി സമർപ്പിക്കാനും നമ്മൾ സന്നദ്ധരാവണം. ആരാണ് മുഹാജിരിങ്ങൾ? നൂറുകണക്കിന്, ഇന്ന് നമുക്കറിയാലോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വാഹനത്തിൽ തന്നെ എത്രയോ മണിക്കൂർ വേണം. തങ്ങളുടെ മുഴുവൻ സമ്പത്തും വീടും എല്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് നൂറുകണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ ആ കാണിച്ച ത്യാഗത്തിന്റെ മനസ്സ് എത്ര വലുതാണ് എന്ന് നമ്മൾ ഓർക്കണം. അവരെ കുറിച്ച് പറയാൻ പോലും നമുക്ക് അർഹതയുണ്ടാവണമെങ്കിൽ നമുക്ക് സാധ്യതയൊക്കെ സമർപ്പിക്കണം. നമ്മൾ സാധാരണ തമാശക്ക് പറയാറില്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഒരു ഉസ്താദ് ഇങ്ങനെ കുറെ പ്രസംഗിച്ച് ദാനം ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടില് 2 ആന ഉണ്ടെങ്കിൽ 1 ആന ദാനം ചെയ്യോ? അപ്പൊ ആളുകളൊക്കെ കൈവക്കി ചെയ്യാം. വീണ്ടും ചോദിച്ചു, 2 ഒട്ടകം ഉണ്ടെങ്കിൽ 1 ഒട്ടകത്തെ ദാനം ചെയ്യോ? അപ്പോഴും എല്ലാവരും കൈവക്കി, ഓക്കെ ചെയ്യാം. മൂന്നാമത് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ 2 കോഴി ഉണ്ടെങ്കിൽ 1 കോഴീനെ ദാനം ചെയ്യോ? അപ്പൊ ആരും കൈവക്കണില്ല. എന്ന് വെച്ച് പറഞ്ഞത് ആന ഞങ്ങളുടെ വീട്ടിലില്ല, ഒട്ടകം ഇല്ല, പക്ഷെ കോഴി കൈവക്കി എന്താണ് കൊടുക്കേണ്ടി വരും, അത് ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് സാധ്യമായത് നൽകണം എന്നതാണ് ഹിജ്റ നമുക്ക് നൽകുന്ന പാഠം. ഈ യാത്രയും അല്ലെങ്കിൽ ഹിജ്റയും ഈ നേരത്തെ പറഞ്ഞ പോലെ ദേശം വിട്ട് ദേശം ത്യാഗം ചെയ്യണം എന്നതല്ല സാധ്യമാകുന്ന. അല്ലെങ്കിൽ തന്നെ ഹിജ്റ എന്നുള്ള വാക്കിന്റെ അർത്ഥം യാത്ര എന്നല്ല. അറബിയിൽ ഹിജ്റക്ക് ഈ വെടിയുക എന്നാണ് അർത്ഥം, ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം, ത്യജിക്കുക എന്നാണ് അർത്ഥം. യാത്രക്ക് അറബിയിൽ സഫർ എന്നാണ് പറയുക. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനത്തെ ത്യാഗസന്നദ്ധരാവണം എന്നതാണ് ഹിജ്റ നമുക്ക് നൽകുന്ന പാഠം. സ്വപ്നമുണ്ടാകണം എന്നതാണ് നൽകുന്ന പാഠം. രണ്ടാമത്തെ ഒരു പാഠം, നമ്മുടെ അധ്വാനവും സമർപ്പണവും അല്ലാഹുവിൻ്റെ ദീനിന് ആവശ്യമുണ്ട് എന്നതാണ്. നമ്മുടെ അധ്വാനവും സമർപ്പണവും അല്ലാഹുവിൻ്റെ ദീനിന് ആവശ്യമുണ്ട്. പലരും കരുതിയിട്ടുള്ളത് അള്ളാഹ് നമുക്ക് തന്ന ബുദ്ധി നമ്മുടെ ഭൗതിക സൗകര്യങ്ങളൊക്കെ സംവിധാനിക്കാനും സെറ്റപ്പ് ചെയ്യാനുള്ളതാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിജ്റ തന്നെ പഠിച്ചാക്കാണ് എത്ര ആസൂത്രണം നടത്തിയത്. 1ഉം 2ഉം അഖബ ഉടമ്പടികൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ സഞ്ചരിക്കാൻ വാഹനം ഏർപ്പാട് ചെയ്തു. ഒരു അമുസ്ലിമിനെ അബ്ദുല്ലാഹിബിൻ ഉറൈഖത്ത്, സാധാരണ ഇങ്ങനെ ഈ ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും അമുസ്ലിങ്ങളെ വിളിച്ചാൽ പോകാൻ പറ്റുമോ വരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ഉണ്ടാവാറുണ്ട്. നമ്മൾ ഓർക്കണം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ പ്രവാചകന്റെ മുമ്പേ നടന്നത്, പ്രവാചകന് വഴികാട്ടിയായി മുമ്പിൽ നടന്നത് ഒരു അമുസ്ലിം സഹോദരനാണ്, സഹോദര സമുദായത്തിൽ നിന്നാണ് എന്ന് പഠിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലും അവരുമൊക്കെ തമ്മിലുണ്ടായിരുന്ന പരസ്പര വിശ്വാസത്തിന്റെയും സൗഹൃദത്തിന്റെയും ബന്ധം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരങ്ങൾ എത്തിക്കാൻ അബൂബക്കർ റളിയല്ലാഹുവിനെ ചുമതലപ്പെടുത്തുന്നു. പാടുകൾ മായ്ച്ചു കളയാൻ വേണ്ടി ആമിർ ബിൻ ഫുഹൈറ എന്ന ആട്ടിടയനെ ചുമതലപ്പെടുത്തുന്നു. ഭക്ഷണം എത്തിക്കാൻ വേണ്ടി അസ്മാ റളിയല്ലാഹു അൻഹ, ഒരു പെണ്ണിന്റെ സ്ഥാനം എന്ന് മാത്രമല്ല, ഭക്ഷണമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ കെട്ടാൻ കയറില്ല. അവരെന്ത് ചെയ്തു? അവരുടെ അരയിൽ കെട്ടിയ അരപ്പെട്ട ആ കയറ് അതവരെടുത്തു. എന്നിട്ട് 2ആയി പകുത്തു, അല്ലെങ്കിൽ 2ആയി പിളർത്തി. എന്നിട്ട് അതിൽ ഒരു കഷണം കൊണ്ട് ഭക്ഷണം കെട്ടി, മറ്റേ കഷണം കൊണ്ട് അവരുടെ വസ്ത്രം കെട്ടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നപ്പോ ഈ വിവരമറിഞ്ഞ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടു കൂടി അവർക്കൊരു നാമം നൽകി, ദാത്തുൻ നിത്താഖൈൻ, ഇരട്ടപ്പട്ടക്കാരി. ഒരു പെണ്ണിനെയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ത്യാഗത്തിൽ ഒരു പങ്ക് വഹിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത്, അങ്ങേയറ്റം ആസൂത്രണത്തോടുകൂടി മാത്രം നിർവഹിക്കപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ഹിജ്റ. അഥവാ എന്റെയും നിങ്ങളുടെയും എല്ലാ കഴിവുകളും സിദ്ധികളും എല്ലാ യോഗ്യതകളും അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ചക്കും ഉയർച്ചക്കും വേണ്ടി സമർപ്പിക്കപ്പെടണം എന്നതും അള്ളാഹിന്റെ ദീനിന്റെ താല്പര്യമാണ്. ഹിജ്റ നമുക്ക് നൽകുന്ന പാഠമാണ് എന്ന് നമ്മൾ ഓർക്കണം. എന്ന് മാത്രമല്ല, മഹാനായ മണ്ണൊരുക്കാൻ വേണ്ടി മഹാനായ സഹാബിയ മിസ്അബ് ബിൻ ഉമൈർ അള്ളാഹുവിനെ പറഞ്ഞയച്ചു. മണ്ണൊരുക്കാൻ വേണ്ടിയിട്ടാണ്.
എന്നോടും നിങ്ങളോടൊക്കെ ഇന്ന് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണ്ണൊരുക്കാനാണ്, നാട്ടിലേക്ക് ഇറങ്ങാനാണ്, മനുഷ്യരെ കാണാനാണ്, ആളുകളെ സത്യവും തെറ്റിദ്ധാരണ മാറ്റി സത്യം ബോധ്യപ്പെടുത്താനാണ്. ഞാനും നിങ്ങളൊക്കെ എത്ര സമർപ്പിക്കുന്നുണ്ട് എന്ന്, എത്ര ചെയ്യുന്നുണ്ട് എന്ന് ഹിജ്റയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ആരോരുമില്ലാത്തൊരു പ്രദേശത്ത് നിന്ന് എല്ലാ സൗകര്യങ്ങളും വിട്ടെറിഞ്ഞു പോയ മുസ്അബ് റളിയല്ലാഹു അൻഹു ചെയ്ത പണിയതാണ് എന്ന് നമ്മൾ അറിയണം. മണ്ണൊരുക്കുക എന്നുള്ളത് വലിയ പണിയാണെന്ന് പ്രിയമുള്ളവരെ, ആ ദൗത്യം നമ്മൾ ചെയ്യണം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന നാട് എവിടെയാണെന്ന് നമ്മൾ അറിയണം. പൂർണ്ണമായും വർഗീയതയിലേക്ക്, എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിനെ വർഗീയമായി അവതരിപ്പിക്കുന്ന, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമാണെങ്കിലും ശരി, വിഷയം ചർച്ചയില്ല. 6-ാം നൂറ്റാണ്ടിലെ അന്ധവിശ്വാസമാണ് മതം എന്ന് പ്രചരിപ്പിക്കാനുള്ള വലിയ ശ്രമമാണ്. യഥാർത്ഥ ചർച്ചകൾക്കൊരു പ്രസക്തിയുമില്ല. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, PC ജോർജിനെ പോലുള്ളവരൊക്കെ പരസ്യമായി ഒരു സമുദായത്തെ അങ്ങേറ്റം മോശമായി പൊതുവേദികളിൽ പറയുന്ന കാഴ്ചകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. എന്നൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോഴത്തെ ഈ ട്രെൻഡിൻ്റെ ഒരു കാരണം, പണ്ട് ഒരു വീട്ടിൽ ഒരു പശു കിടപ്പിലായി പോയി. നേരത്തെ കേട്ടൊരു റിപ്പീറ്റേഷൻ ശ്രമിക്കുക. എന്താണ് കിടപ്പിലായി പോയി? അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി പശുവിനെ എണിപ്പിക്കാൻ നോക്കി കുറേ നേരം. എന്ത് ചെയ്തിട്ട് പശു എഴുന്നേൽക്കണില്ല. അങ്ങനെ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയി. വൈദ്യനോട് വിഷയമൊക്കെ പറഞ്ഞപ്പോൾ വൈദ്യൻ 3 കുപ്പി മരുന്ന് കൊടുത്തു. 3 നല്ല ഡോസുള്ള മരുന്നാണ്. വൈദ്യൻ പറഞ്ഞു, ഇതിൽ 1-ാമത്തെ കുപ്പിയിലെ മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ, കാരണം വളരെ ഡോസുള്ള മരുന്നാണ്. ഇത് കഴിച്ചാൽ പശു എഴുന്നേൽക്കും. എഴുന്നേൽക്കുന്നില്ലെങ്കിൽ മാത്രമേ 2-ാമത്തെ കുപ്പിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, കാരണം അതിനേക്കാൾ ഡോസാണ് അതിന്. ഇത് രണ്ടും പുരട്ടിയിട്ടും എഴുന്നേൽക്കണില്ലെങ്കിൽ 3-ാമത്തെ കുപ്പിയിലെ മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് 3 കുപ്പി മരുന്ന് വിട്ടു. ഭാര്യയും ഭർത്താവും വീട്ടിൽ വന്നു. 1-ാമത്തെ കുപ്പിയിലെ മരുന്ന് തുറന്നിട്ട് പശുവിൻ്റെ പുറത്ത് തേച്ചു കൊടുത്തു. പശു എഴുന്നേറ്റു, ഉഷാറായി. പക്ഷെ അപ്പോൾ ഭാര്യ ചിന്തിച്ചു, ഈ 2 കുപ്പി ഇനി ഉണ്ടല്ലോ, ഒരു കുപ്പി കൂടി തേച്ചാൽ പശു ഒന്നുകൂടി ഉഷാറാകും എന്നവർ കരുതി. അവർ 2-ാമത്തെ കുപ്പിയിലെ മരുന്ന് പശുവിൻ്റെ നെത്ത് വെച്ചപ്പോൾ പശു ഒറ്റ ഓട്ടം ഓടാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും കൂടി പശുവിനെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടി. കുറേ ഓടിയിട്ടും ഒരു നിലക്കും പശുവിനെ കിട്ടൂല എന്നായപ്പോൾ പെട്ടെന്ന് ഭാര്യയ്ക്ക് വീണ്ടും ഒരു ബുദ്ധി തോന്നി. അവര് ഈ 3-ാമത്തെ കുപ്പിയിലെ മരുന്ന് തുറന്നിട്ട് ആ മരുന്നെടുത്ത് ഭർത്താവിൻ്റെ പുറത്ത് തേച്ചു കൊടുത്തു, പശുവിനെ ഓടിപ്പോയി പിടിക്കാൻ. ഇതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൂടിയ ഡോസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഒരു പദവിയും കിട്ടാൻ പോണില്ല. കാരണം പലതും പ്രയോഗിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഏറ്റവും ഡോസ് കൂടിയതാണ്. അങ്ങനെ എന്തും പറയാൻ പറ്റുന്ന ഒരു സമുദായമായി ഒരു വശത്ത് മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ തിരുത്താൻ എന്ത് ചർച്ച വന്നാലും, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, എന്ത് ചർച്ച വന്നാലും എല്ലാത്തിൻ്റെയും അവസാനം അത് കൊണ്ടുവന്ന് കൊള്ളുക മുസ്ലിം സമുദായത്തിൻ്റെ മേലാണ് എന്നെത്തിയിരിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് സുംബ വിവാദം നമ്മളൊക്കെ ഒരുപാട് ദിവസം പത്രങ്ങളിൽ വായിച്ചതാണ് അല്ലെ. പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊക്കെ വാപ്പമാര് മക്കള് പണിയെടുക്കണില്ലെങ്കിൽ എന്താ പറയുക, അവിടെ തൂമ്പ എടുത്തിട്ട് പോയിട്ട് പണിയെടുക്കാമെന്ന് പറയും. ഇപ്പൊ പറയാ നീ പോയിട്ട് സൂമ്പ കളിക്കണമെന്നാണ്. അങ്ങനെ തൂമ്പയിൽ നിന്ന് സൂമ്പയിലേക്ക് എത്തിയ ഒരു കാലത്ത് അതല്ല ഇവിടെ വിഷയം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സുംബ കളിച്ചാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മക്കൾ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാം, അതാണ് വിശദീകരിക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ തന്നെ ഈ സാധനം അടിച്ച ആളുകളൊക്കെ വഴിയിൽ കിടന്ന് സുംബയും കുച്ചിപ്പിടിയും നാടോടി നൃത്തമൊക്കെ കളിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. എന്നിരിക്കെ യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഈ ഒരു വശത്ത് മദ്യപ്പുഴ മുക്കിന് മദ്യശാലകൾ ഒഴുക്കിക്കൊണ്ട് എല്ലാ ലഹരി വിൽപ്പനക്കും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു വശത്ത് മദ്യപ്പുഴ ഒഴുക്കുന്നവർ എങ്ങനെയാണ് ഡാൻസ് കളിച്ചിട്ട് ഈ കുട്ടികൾ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് വിശദീകരിക്കേണ്ടതിന് പകരം ആ ചർച്ചയുണ്ടാകാതിരിക്കാൻ പറ്റുമാറ് യഥാർത്ഥത്തിൽ ഈ ആരോപണം ഉന്നയിച്ചവരുടെ മതവിശ്വാസത്തെയും അവരുടെ മതം 6-ാം നൂറ്റാണ്ടിലെയാണെന്നും അതുപോലെ തന്നെ താലിബാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നും പറയാൻ പറ്റാത്ത കലുഷിതമായൊരു കാലഘട്ടം. ഇന്നലെ ഏറ്റവും അവസാനമാണ് നമുക്കറിയാം നിമിഷപ്രിയ. നമ്മളൊക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ദിവസം നിറഞ്ഞുന്ന വാർത്ത അതാണ്. നിമിഷപ്രിയ നമുക്കറിയാം യഥാർത്ഥത്തിൽ എല്ലാ വഴികളും അടഞ്ഞ ഒരു സന്ദർഭത്തിൽ അവരേത് നിമിഷവും അല്ലെ, നിമിഷപ്രിയ ഏതോ ദുർബല നിമിഷത്തിൽ ചെയ്ത് അവരുടെ അവസാന നിമിഷത്തിലെത്തിയ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ എല്ലാ വഴികളും അടഞ്ഞ ഒരു സമയം, അവർ വധിക്കപ്പെടുമെന്ന് തോന്നിയൊരു സമയത്താണ്
ഒരു വഴിത്തിരിവുണ്ടായിക്കൊണ്ട് ഒരാൾ ഇടപെടുന്നത് കേരളക്കരയിൽ നിന്ന്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടെങ്കിലും ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടു എന്ന നിലക്ക് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ നേതാവായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭിനന്ദിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്, ഒരു സംശയമില്ല. എന്ന് പക്ഷേ പ്രത്യേകിച്ചും ഇന്നത്തെ മതവർഗീയതയുടെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഒരു മതപുരോഹിതൻ മറ്റൊരു സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ രക്ഷയ്ക്ക് വേണ്ടി ആർക്കും സാധ്യമല്ലാത്തൊരു സന്ദർഭത്തിൽ ഇടപെട്ടു എന്നതിനെ പ്രശംസിക്കേണ്ടതിന് പകരം അതുപോലും ഉൾക്കൊള്ളാൻ കഴിയാതെ യഥാർത്ഥത്തിൽ പല അർത്ഥത്തിലുള്ള കള്ളക്കഥകളും അപ്പം തന്നെ മതത്തിനെ എങ്ങനെയൊക്കെ മോശമാക്കാൻ പറ്റുമോ അത്തരം പ്രചാരണങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കുമ്പോൾ ഒരുപാട് ഈ സംഘപരിവാരത്തിൻ്റെ ആളുകളൊക്കെ നമ്മൾ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. ഈ മതത്തിൻ്റെ കുഴപ്പമാണ്, ഈ മതത്തിൻ്റെ നിയമത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എനിക്കപ്പോൾ തോന്നിയത് യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയാൻ ഇവർക്ക് എന്തർഹതയാണുള്ളത്? പതിനായിരങ്ങളുടെ രക്തക്കറ പുരണ്ട ചരിത്രമുള്ള ആളുകൾ, ഒരുപാട് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി ചോരപ്പുഴകൾ ഒരുക്കിയവർ, ആ ചോരപ്പുഴയിലൂടെ നീന്തി അധികാര തീരത്തണഞ്ഞവർ, താനെയിലും പൂനെയിലും അഹമ്മദാബാദിലും മുർഷിദാബാദിലും ജംഷഡ്പൂരിലും ഒരുപാട് വർഗീയ കലാപങ്ങൾ തീർത്ത് പതിനായിരങ്ങൾ അറുകൊല ചെയ്തവർ. നമുക്കറിയാം, ബോംബെയുടെ തെരുവോരങ്ങളിൽ മയ്യത്ത് കൂമ്പാരങ്ങൾ കുന്നുകൂട്ടി ആഹ്ലാദ നൃത്തം ചവിട്ടിയവർ, ഗുജറാത്തിൽ 2000-ഓളം മനുഷ്യരെ നിഷ്കരുണം കൊന്നുതള്ളിയവർ, അഭയം ചോദിച്ചൊരുമിച്ച് കൂടിയവന്റെ വീട് പോലും തീയിട്ട് കരിച്ചവർ, ഗർഭിണിയായ മാതാവിന്റെ ഉദരത്തിലേക്ക് തൃശൂലം കുത്തിയിറക്കി അതിൽ പോലും ആഹ്ലാദ നൃത്തം ചവിട്ടിയവർക്ക്, എന്നിട്ട് അവര് പോലും നമുക്ക് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനോട് ഖുർആൻ ക്ലാസ് എടുത്താണ്, മതത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറയുന്നത് അത്രത്തോളം മലീമസമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, തീർച്ചയായും ഈ മണ്ണിൽ ഞാനും നിങ്ങളും പണിയെടുക്കേണ്ടതുണ്ട് എന്നതാണ്, മനുഷ്യന്റെ അധ്വാനം ആവശ്യമുണ്ട് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്ന് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ ഒരു പാഠം, അള്ളാഹിന്റെ സഹായം അത്തരം വിശ്വാസികളെ കൈവരും എന്നതാണ്. നമ്മൾ ഈ വിശുദ്ധ ക്ലാസിന്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു പറയുന്ന കാര്യം അതാണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. ഒരു പിൽക്കാലം പ്രവാചകനെ പിന്തുണക്കാൻ മടിച്ചു നിന്ന ഒരു സംഘത്തോട്, വിശ്വാസികളോട് അല്ലാഹുവിന്റെ റസൂൽ അള്ളാഹു പറയാണ്, നിങ്ങൾ ഈ പ്രവാചകനെ സഹായിക്കുന്നില്ല എങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്, അള്ളാഹുവിന് സഹായിക്കാൻ പ്രയാസമൊന്നുമില്ല, അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. അല്ലദീ ഇത് അഖ്റജല്ലദീന കഫറു സാനിയ സിനൈനി ഇദ്ഹുമാ ഫിൽ ഗാർ. വെറും 2 പേർ മാത്രമായിരിക്കെ, അവർ ഗുഹയ്ക്കുള്ളിലായിരിക്കെ, ഏത് സമയത്തും ശത്രുക്കൾ പിടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹു അവരെ സഹായിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ഇത് യഖൂലു സാഹിബിഹി, ഈ സമയത്ത് തന്റെ കൂട്ടുകാരനോട് അവൻ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കണ്ട, അല്ലാഹ് നമ്മളോടൊപ്പമുണ്ട്. എപ്പോഴാ പറയണത്? ശത്രുക്കളുടെ വാളിന്റെ അറ്റം അവർ നീട്ടിയാൽ ശരീരത്ത് തട്ടുമാറകലത്ത് നിൽക്കുമ്പോ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ ശ്രദ്ധയിൽപ്പെടുമെന്ന ഒരു സന്ദർഭത്തിലും പതറാതെ നിന്ന ഒരു പ്രവാചകന്റെ അനുചരന്മാരാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹ് സഹായിക്കും. അള്ളാഹ് സഹായിക്കണത് എപ്പോഴാ? നമുക്ക് സാധ്യമായതൊക്കെ ചെയ്യുമ്പോഴാണ്. ഹാജറ റളിയല്ലാഹു അൻഹ മണലാരണ്യത്തിൽ മകനു വേണ്ടി വെള്ളത്തിന് വേണ്ടി ഓടി. അവർക്ക് അതേ പറ്റുള്ളൂ. അവരെ ഓടിയിട്ട് കണ്ടെത്തിയതല്ല സംസം. അവരുടെ ഓട്ടം കണ്ടപ്പോ അള്ളാഹ് കൊടുത്തതാണ് സംസം. മനുഷ്യന് സാധ്യമായത് മുഴുവൻ ചെയ്യുമ്പോൾ അള്ളാഹ് സഹായം തരും. അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈ ഹിജ്റയിലെ മറ്റൊരു ഭാഗമാണ്, നമ്മൾ അതിലേക്ക് പോണില്ല. പ്രിയമുള്ളവരെ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ ഓടിച്ചു. അവസാനം ചെങ്കടലിന്റെ തീരത്തെത്തി. ഇനി മുന്നോട്ട് ഒന്നും ചെയ്യാനില്ല. അവിടെ എത്തിയപ്പോ ചെങ്കടൽ പിളർത്തുകൊണ്ട് അല്ലാഹു സഹായം നൽകി. ബദറിന്റെ രണാങ്കണത്തിൽ വെറും 313 ആളെ റസൂലിനുള്ളൂ. അത്ര ആളെ കിട്ടിയുള്ളൂ. കുറെ ആളുകളൊക്കെ പറ്റിച്ചു മുങ്ങി. പക്ഷെ ആ 313മായി സാധ്യമായത് മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് രണാങ്കണത്തിൽ ഇറങ്ങിയപ്പോ അല്ലാഹു സഹായിച്ചു. മലക്കുകൾ ഇറക്കി സഹായിച്ചു. ഇത് അതേ പടച്ചവൻ തന്നെയാണ് ഇന്നുള്ളത്. മൂസാ നബിക്ക് ചെങ്കടൽ കീറിക്കൊടുത്ത അള്ളയാണ് ഇന്നുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബദറിൽ വിജയം നൽകിയ അള്ളാഹ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അള്ളാഹിന്റെ മാർഗത്തിൽ നമുക്ക് സാധ്യമായതൊക്കെ സമർപ്പിക്കുമെങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കുമെന്നതാണ് ഏറ്റവും സുപ്രധാനമായ പാഠം. ആ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അവസാനമായി ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ ഹിജറ യഥാർത്ഥത്തിൽ മൻ ഹജറൽ ഖത്തായ, തിന്മകളിൽ നിന്ന് നിങ്ങൾ ഹിജറ പോകലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹിജറ എന്ന് പറഞ്ഞാൽ യാത്രയില്ല. ഇന്നത്തെ കാലത്ത് അല്ലാതെ റസൂൽ തന്നെ വിശദീകരിക്കുകയാണ്. അൽ ഹിജറ എന്ന് പറഞ്ഞാൽ, അവൻ ചോദിച്ചു എന്താണ് ഹിജറ എന്ന് നിങ്ങൾക്കറിയുമോ? പറഞ്ഞു, മൻ ഹജറൽ ഖത്തായ വദ്ദുനൂബ്, ഒരാൾ തൻ്റെ പാപങ്ങളിൽ നിന്നും, ചെറുപാപങ്ങളിൽ നിന്നും വൻപാപങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിൻ്റെ പേരാണ് ഹിജറ. അഥവാ ഹിജറ അവസാനിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ മരണം വരെയും നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ഹിജറ. ഏത് സന്ദർഭത്തിലും തിന്മകൾ ഉപേക്ഷിക്കുകയും നന്മയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യാൻ വേണ്ടി ത്യാഗം സഹിക്കുന്നതിൻ്റെ പേരാണ് ഹിജറ. ആ അർത്ഥത്തിൽ ഹിജറ നമ്മളോടൊപ്പമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് നമുക്ക് സാധ്യമായതൊക്കെയും സമർപ്പിച്ചുകൊണ്ട്, അപ്പോഴാണ് ഹിജറ അർത്ഥവത്താകുന്നത്, മുഹാജിറുകൾ നമുക്ക് പാഠമാകുന്നത്. പ്രിയമുള്ളവരെ, അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവോപരി എന്നെ സംബന്ധിച്ചാണ് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആലത്തൂര് എന്ന് പറയുന്ന ഈ പ്രദേശം ഞാൻ 1 വർഷത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സ്വഭാവത്തിൽ നിങ്ങളെ കണ്ടുമുട്ടുന്നത്. അങ്ങേയറ്റം വലിയ സന്തോഷം ആ അർത്ഥത്തിലുണ്ട്. ഞാൻ ആദ്യമേ രേഖപ്പെടുത്തി കഴിഞ്ഞ ക്ലാസ്സിൽ 3 വർഷമാണ് ഇവിടെ ഉണ്ടായിരുന്നതുള്ളൂ എങ്കിലും യഥാർത്ഥത്തിൽ മരണത്തോളം മറക്കാൻ കഴിയാത്ത ഒരുപാട് ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സന്തോഷത്തോടു കൂടി പങ്കുവെക്കുന്നത്. ഞാനിപ്പോൾ തൃശ്ശൂർ പട്ടണത്തിലുള്ള ഹിറ മസ്ജിദ് എന്ന് പറയുന്ന പള്ളിയിലാണ് കുത്തുപെടുത്തത്. അവിടെ പല ആളുകളും പുറത്തുനിന്ന് വരും. ആരെങ്കിലും പാലക്കാട്ടുകാരാണെന്ന് പറയുമ്പോൾ, ആലത്തൂരുകാരാന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വല്ലാത്ത സന്തോഷം എൻ്റെ മനസ്സിലെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് എന്നതും ഞാൻ ഓർമ്മ. ഈ നാട് തന്ന സ്നേഹത്തിൻ്റെ, ഈ നാട് തന്ന നിഷ്കളങ്കവും നിസ്തുലവുമായ സ്നേഹം കൊണ്ട് മാത്രമാണ് ആ ഒരു ഇഷ്ടവും സ്നേഹവും. ഞാൻ നേരത്തെ പറഞ്ഞു, പടച്ചവൻ നമുക്കൊക്കെയും നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു എല്ലാ തൗഫീക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരുപാട് പ്രതികൂലമായ കാലാവസ്ഥയിലും ചിലർ നേരത്തെ വന്നവർ തന്നെ പിന്നെയും രണ്ടാമതും വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. പടച്ചവൻ അതെല്ലാം കാണുകയും അറിയുകയും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ, സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും പാപങ്ങളും അള്ളാഹു പുറത്തു തരികയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ സജ്ജനങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ കർമ്മപുസ്തകങ്ങൾ സമർപ്പിക്കപ്പെടുമ്പോൾ ഒരുപാട് നല്ല നല്ല അധ്യായങ്ങളാൽ, ഒരുപാട് ധന്യമായ ജീവിതത്താൽ മനോഹരമായൊരു പുസ്തകമാക്കി വലത് കൈയിൽ അത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നന്മതിന്മകൾ അളന്നു നോക്കുന്ന സമയത്ത് നന്മയുടെ തുലാസ് വല്ലാതെ താണു നിൽക്കുന്ന സുഹൃതങ്ങൾ ധാരാളമായിട്ടുള്ള, ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ലാതെ കടന്നു പോകാൻ കഴിയുന്ന യഥാർത്ഥ വിജയികളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മുടെ മക്കളെ, നമ്മുടെ ഇണകളെ, നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൃദ്ധരായ മാതാപിതാക്കൾക്ക്, അതുപോലെ സഹോദരിമാർക്കെല്ലാം അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ വിദേശത്താണ്. പടച്ചതമ്പുരാൻ അവരുടെ തൊഴിലിടങ്ങളിലും സംരംഭങ്ങളിലുമെല്ലാം അവൻ്റെ ബറക്കത്തും റഹ്മത്തും വർഷിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മുടെ മക്കളെയെല്ലാം സാലിഹീങ്ങളായ മക്കളാക്കി മാറ്റുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم.